ഇന്നലെ പറഞ്ഞാൽ അനന്യം എന്നുള്ളത് ഒന്ന് ഓർമ്മ വന്നില്ല, അത് പറയാം. അനന്യാശ്ചിന്തയം എന്നുള്ളത് ഈ അനന്യത എന്നുള്ളതിന് 3 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനം അന്യകാമനാരഹിതം. വേറെ ഒരാഗ്രഹവും ഉണ്ടാവരുത്. ആഗ്രഹം ഉണ്ടാവുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പരിമിതമാവുക എന്നാണ്. പൂർണ്ണനാവുക എന്നതിനാണ് ഈശ്വര ഭജനം തന്നെ. അപ്പോൾ ഒരു വിധത്തിലുള്ള ആഗ്രഹമില്ല. അന്യ ആഗ്രഹങ്ങൾ എന്നല്ലോ അതിനെ ഒന്നിനും ആൾക്ക് ഒട്ടും ഉണ്ടാവാൻ പാടില്ല. 2, അന്യ സാധന നിരപേക്ഷം. ഭഗവത് പ്രാപ്തിക്ക് 4 വഴി പറയുന്നുണ്ട്. കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, ധ്യാനയോഗം. ഇവിടെ ഈ അനന്യ എന്ന ഭക്തിയാണല്ലോ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഭക്തി മാത്രമേ ഉള്ളൂ, മറ്റിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അങ്ങനെയുള്ളതാണ് അനന്യ. അപ്പോൾ 1 അന്യ കാമനാരഹിതം, 2 അന്യ സാധന നിരപേക്ഷം, 3 അന്യദേവതാവർജ്യം. ഏത് ദേവനെയാണോ ഭജിക്കുന്നത് ആ ദേവനോട് മാത്രമേ ഉള്ളൂ. അങ്ങനെ 3 കൂടി തരുമ്പോഴാണ് അനന്യത എന്ന് വരിക. അങ്ങനെയുള്ള ആളുടെയാണ് യോഗക്ഷേമം ഭഗവാൻ നോക്കണു. യോഗക്ഷേമം എന്ന് പറഞ്ഞാൽ യോഗം വെച്ചാൽ ഈശ്വരനായിട്ട് ചേരൽ, ഒന്നാവില്. ക്ഷേമം വെച്ചാൽ അതൊരു കാലത്തും വിടാതിരിക്കൽ, അതാണത്. ഇനി 25ാമത് ശ്ലോകം. യാന്തി ദേവപ്രദാ ദേവാൻ പിതൃൻ യാന്തി പിതൃവൃത ഭൂതാനി യാന്തി ഭൂതേജ്യ യാന്തി മദ്യാജനോപി മാം. യാന്തി എന്ന് പറഞ്ഞാൽ പ്രാപിക്കുന്നു എന്നർത്ഥം. ദേവവ്രത, ദേവന്മാരെ ഭരിക്കുന്ന ആളുകൾ. ദേവന്മാർ എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയിലുള്ള ശക്തികളാണ് ദേവർ, അവരെയാണ് ഭജിക്കുന്നത്. അപ്പോൾ വൈദ്യുതിയാണ് ഭജിക്കുന്നത് വെച്ചാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിന് മനസ്സിലാക്കും. ആകർഷണ ശക്തിയാണെങ്കിൽ അതിൻ്റെ കാര്യമൊക്കെ ആൾക്ക് മനസ്സിലാവും. അഗ്നിയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളും. യാന്തി ദേവവ്രത ദേവാൻ പിതൃൻ യാന്തി പിതൃവൃത. പിതൃക്കൾ എന്ന് പറഞ്ഞാൽ മരിച്ചു പോയിട്ടുള്ള നമ്മുടെ ആൻസസ്റ്റേഴ്സ് എന്ന് പറയുമല്ലോ, അവരെയാണ് ചിലർ ഭജിക്കുക. അവർ അങ്ങനെയുണ്ട്. അപ്പോൾ അവർ ആ പിതൃക്കളെ പ്രാപിക്കും. നിങ്ങൾ ആരൊന്നിനെയാണോ ഭജിക്കുന്നത് അവരെ പ്രാപിക്കും. ഭൂതാനി യാന്തി ഭൂതേജ്യ. ഭൂതാനി എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ, അവരെ പറ്റി ചിന്തിക്കുന്ന ആളുകൾ, ശാസ്ത്രജ്ഞന്മാർ. അവർക്ക് ഇതാണല്ലോ ആവശ്യം. പഞ്ചഭൂതങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ആകാശം, വായു, അതിൻ്റെ അഗ്നി, ജലം, ഭൂമി, ഇതിനെപ്പറ്റി പഠിക്കുക അവർ. അങ്ങനെ പഠിക്കുന്നത് അതിൽ ശ്രദ്ധിച്ച് പഠിച്ചാൽ അതൊക്കെ അവർക്ക് മനസ്സിലാവും. പലതും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ, അത് സാധിക്കും. യാന്തി മദ്യാജനോപിമാം. എന്നെയാണ് അറിയണമെന്ന് വിചാരിക്കുക. ഇവിടെയൊക്കെ പരിമിതത്തിനെയാണല്ലോ ഇതൊക്കെ. അതൊന്നുമല്ല, പൂർണ്ണത എന്താണ് എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതും സാധിക്കും. എന്താണോ നിങ്ങളുടെ ഉദ്ദേശം അതിവിടെ സാധിക്കും. ഉദ്ദേശം പരിമിതമായാൽ പരിമിതം സാധിക്കും, പൂർണ്ണമായാൽ പൂർണ്ണത സാധിക്കും. വ്യത്യാസമില്ല. അതുകൊണ്ട് ഈശ്വരഭജനം എന്തിനാ പറഞ്ഞാൽ അല്പമല്പമുള്ള കാര്യങ്ങളൊക്കെ അല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. പൂർണ്ണത അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റെല്ലാം അറിഞ്ഞുവല്ലോ, അതിൽ പെട്ടില്ലേ. അപ്പം അതുകൊണ്ട് വേറെ ഒന്നും നോക്കേണ്ടതില്ല, ഇങ്ങനെ ചെയ്താൽ സാധിക്കും എന്ന് പറഞ്ഞു. നമുക്ക് വരുന്ന വിഷമത എന്താ വെച്ചാൽ നമുക്ക് പൂർണ്ണതയെ പറ്റിയിട്ടൊരു ഭാവമില്ല. അപൂർണത അതല്ല അപ്പം നമ്മൾ നിൽക്കണതേ, ശരീരഭാവനയാണ് ഉള്ളത്. അപ്പം നമുക്ക് പൂർണ്ണത ഒന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. വാസ്തവത്തിൽ നമുക്ക് സംശയമുണ്ട്, പൂർണ്ണത ഒന്നുണ്ടോ എന്നുള്ളത്. കേട്ടതല്ലാണ്ട് അനുഭവമില്ലല്ലോ. കഷ്ടിച്ച ഉറക്കത്തിൽ മാത്രമേ ഒരു പൂർണ്ണതയുടെ ഒരു ചെറിയ അനുഭവം, പക്ഷേ ആ അനുഭവം പറയാൻ വയ്യ, നമ്മുടെ കീഴിലല്ല. ഇപ്പോൾ ഉണർന്നു വരുമ്പോൾ നോക്കാനൊന്നും ഒരു തോന്നലേ ഉള്ളൂ. ഇതങ്ങനെയല്ല. സമാധിയിലാവുമ്പോൾ അത് നമ്മൾ സ്വയം ആർജിച്ച് അത് അനുഭവിക്കണം. അത് സാധിച്ചാൽ പിന്നെ ഒന്നും പ്രയാസമില്ല. ഇനി പ്രസിദ്ധമായ 2 ശ്ലോകം വരുന്നു. അമ്പലങ്ങളിലൊക്കെ ഇപ്പം നമ്മൾ പലതും ഇവിടെ കാണുന്നുണ്ട്. കൊട്ടും കുഴലും വെടിക്കെട്ടും പിന്നെ എന്തെല്ലാമൊക്കെയോ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഭഗവാൻ പറഞ്ഞു എന്താണ് അമ്പലത്തിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയണം.
പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തിയുപകൃതം അശ്നാമി പ്രയതാത്മന. 4 കാര്യങ്ങൾ: പത്രം, പുഷ്പം, ഫലം, തോയം. ഇത് യോ ആരോഗ്യക്കൂട്ടർ മേ എനിക്ക് ഭക്തിയാ പ്രയച്ഛതി കൊണ്ടുവരുന്നത് ഭക്തിയോടുകൂടി വേണം. എന്തെങ്കിലും ഒരു ആവശ്യത്തിനാവരുത്. ഭക്തിയോടുകൂടി എന്ന് പറയുമ്പോൾ ഭക്തിയും ശക്തിയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നശിക്കാത്ത ഒന്നിനെ കിട്ടണം എന്ന് വിചാരിക്കുന്നതിൻ്റെ പേര് ഭക്തി എന്നും, നശിക്കുന്ന സാധനങ്ങളെ കിട്ടണം എന്ന് വിചാരിക്കുന്നത് സക്തി അല്ലെങ്കിൽ ആസക്തി. ഇപ്പോൾ എന്തിനാ ഇങ്ങനെ പറഞ്ഞത്? ഇത് സാധിക്കുന്നു കാണിക്കാൻ പുരാണത്തിൽ 4 കഥകളുണ്ട്. അതെന്താണെന്ന് പറയാം. പത്രം എന്ന് പറഞ്ഞാൽ പാഞ്ചാലിക്ക് ഒരു വിഷമം വന്നു. ഈ ദുർവാസ മഹർഷി അവരൊക്കെ ഭക്ഷണത്തിന് വന്നപ്പോൾ അവർ ഭക്ഷണം കഴിഞ്ഞ ശേഷം പാത്രം അടച്ചു വെച്ചിരുന്നു. അപ്പോഴാണ് ഇതറിയാണ്ട് ധർമ്മപുത്രരെ അവരുടെ ഉണ്ണാൻ ക്ഷണിച്ചു പോയി കുളിക്കാൻ പറഞ്ഞു. നോക്കിയപ്പോഴാണ് അവർ വന്നാൽ ശപിക്കും. ഭക്ഷണത്തിന് വിളിച്ചിട്ട് വന്നിട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ ആ പാഞ്ചാലി ഇവിടെ അനന്യാണ്, ഭഗവാനല്ലാണ്ട് ശരണില്ല, ഇങ്ങനൊരു വിഷമം വന്നിരിക്കുന്നു എന്ന് വിളിച്ചപ്പോൾ പെട്ടെന്ന് ഭഗവാൻ അവിടെ വന്ന വഴിക്ക് സന്തോഷമായി പാഞ്ചാലിക്ക്. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണുന്ന വിചാരിക്കണം. മറിച്ചാൻ അവിടെ ഭഗവാൻ നടിച്ചത്. പാഞ്ചാലി വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും ഭക്ഷണം വേണമെന്നാ ചോദിക്കണം. ഇവിടെ ഒന്നുമില്ലാതെ നിൽക്കുക. അപ്പോൾ പറഞ്ഞു, അയ്യോ ഇങ്ങനെ ഞാനൊക്കെ കഴിഞ്ഞ് ആ പാത്രം മടക്കി വെച്ചു, ഇവരെങ്ങനെ പോയിട്ടുണ്ട് എന്താ കൊണ്ടു. അങ്ങനെ വരില്ല, പാത്രം കൊണ്ടുവരും. പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. നോക്കിയപ്പോൾ അതിലൊരു ചീരയുടെ ഇല അവിടെ ഇരിക്കണു. അതെടുത്ത് ഭഗവാൻ എല്ലാവർക്കും തൃപ്തി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കഴിച്ചാൽ ഭഗവാൻ പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ആ മുങ്ങി കിടക്കണ ആളോ അവരൊക്കെ വയറെന്ന് പറഞ്ഞു എന്നാ. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഉണ്ണാൻ വിളിച്ചാൽ ഇവിടെ ഉണ്ണനും വയ്യ. അപ്പോൾ എന്താ വേണ്ട വെച്ചിട്ട് ഇനി ഇങ്ങോട്ട് വരുന്നതായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യം വിടാൻ പറഞ്ഞിട്ട് അവർ രാജ്യം വിട്ട് പോയിരുന്നു. അങ്ങനെ പാഞ്ചാലിയെ രക്ഷിച്ചു എന്നൊരു കഥ. അതാണ് പത്രം എന്ന് പറയുന്നത്. അത് അവിടെ അനന്യതയാണ്, അനന്യമായിട്ട് വേറെ ആരും രക്ഷയില്ല പത്രം. പുഷ്പം എന്നുള്ളത് ഗജേന്ദ്ര മോക്ഷമാണ്. ആനയുടെ ഒരു കഥ ഉണ്ട്. ഗജേന്ദ്രൻ ഈ മുതല പിടിച്ച് വളരെ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയൊക്കെ ഉണ്ടായി. ശരണമില്ലാണ്ട് നിർത്തി ഇതാ മുങ്ങുന്നുള്ള നിലവന്നു. തുമ്പി മാത്രം, ബാക്കിയൊക്കെ വെള്ളത്തിൽ പോയി. അപ്പോൾ ഒരു താമരപ്പൂ കൊടുത്തിട്ട് ഭഗവാനെ അർച്ചിച്ചു. ആ അർച്ചിച്ചതോട് കൂടിയിട്ട് ഭഗവാൻ വന്ന് ആ ഗജത്തെ രക്ഷിച്ചു എന്ന് കണ്ടു. അതാണ് പുഷ്പം. ഇനി ഫലം എന്നുള്ളത് പ്രസിദ്ധമായ രാമായണത്തിലെ കഥയാണ്. ശബരി കൊടുത്ത പഴം വളരെ സന്തോഷമായി. മാത്രമല്ല ഭക്തി എന്താണെന്ന് ശബരിക്കാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ തോയം എന്നുള്ളത് രന്തിദേവൻ എന്നൊരു രാജാവിൻ്റെ കഥയാണ്. അവിടെ അദ്ദേഹത്തിന് കുറച്ച് ഭക്ഷണമൊക്കെ കിട്ടി. ഭാഗവതത്തിലുള്ള കഥയാണ്. വളരെ ദിവസമായിട്ട് പലതും കൊടുക്കുക. അധികം ദാനം ചെയ്യുന്ന ആളാണ്. അധികം ഒന്നും കിട്ടില്ല. അങ്ങനെ അതിന് വിഷമമായിരിക്കുമ്പോൾ ഒരു ദിവസം എന്തോ കുറച്ച് ഭക്ഷണം കിട്ടി. കുട്ടികളെ കണ്ട് ഭാര്യയും കൂടി ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ബ്രാഹ്മണൻ വന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആ ഭക്ഷണമൊക്കെ കൊടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ചിലരൊക്കെ വന്നു. ഏതായാലും ഒന്നും ബാക്കിയില്ല. വെള്ളമുണ്ട്, എന്നാൽ അത് കുടിച്ചളയാ എന്ന് വെച്ചിട്ട് വെള്ളം കുടിക്കുമ്പോൾ ഒരു അന്ത്യജൻ ഇവിടേക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ദാഹിച്ചിട്ട് വയ്യാണ്ടിരിക്കുകയാണ്, കുറച്ച് വെള്ളം കിട്ടിയാൽ തിരക്കിടില്ല പറഞ്ഞു. അപ്പോൾ ആ വെള്ളവും അദ്ദേഹത്തിനോട് കൊടുത്തു. എല്ലാം കഴിഞ്ഞു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ദാനത്തിൻ്റെ കേമത്വം കണ്ടിട്ട് ഭഗവാൻ പ്രത്യക്ഷമായെന്നും അദ്ദേഹത്തിന് മോക്ഷം കൊടുത്തു എന്നാണ് കഥ. ഇതൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ ഈ അനന്യത ഉണ്ട്. വേറെ ഈശ്വരനല്ലാണ്ട് വേദമൊന്നും അവർക്കൊന്നും ആവശ്യമില്ല. കാരണം പത്രം, പുഷ്പം, ഫലം, തോയം യോമേ ഇത് എങ്ങനെയാണ് അവർ കൊടുത്തത്? ഭക്തിയാ പ്രയച്ഛതി, വളരെ വളരെ ഭക്തിയോടുകൂടി. അതായത് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷയില്ലാതെ ഭഗവത് സന്തോഷം മാത്രം അങ്ങനെ പ്രയച്ഛതി. അങ്ങനെ അതിനെ തദഹം, അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഭക്തി ഉപഹൃതം തന്നാൽ പോരാ, ആ സാധനങ്ങൾ ഭക്തിയിൽ ഉപഹൃതം വെച്ചാൽ മുക്കണം. ഭക്തിയിൽ വെച്ചാൽ ആ മനസ്സിൻ്റെ പരമമായ ഭാവം ഉണ്ടല്ലോ, അതിൽ മുക്കി എന്നിട്ട് കൊണ്ടുവരണം. അങ്ങനെയുള്ള ആരാണോ അതെന്ന് ആ അശ്നാമി, ഞാൻ അതിനെ പ്രയതാത്മന, നല്ല ആത്മാവത്തോടുകൂടിയുള്ള ശുദ്ധ ആത്മാവായിട്ട് അവർ കൊണ്ടുവരുന്ന സാധനം ഞാൻ കഴിക്കും. ഇതിപ്പോൾ നമുക്ക് പറഞ്ഞെന്നുള്ളത് ഇപ്പോൾ ഭഗവാന് ആവശ്യം കുറപ്പാണോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും അവിടെ ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സാണ്, നിങ്ങളുടെ ആഗ്രഹം എന്താ എന്ന ആവശ്യമാണ്. ആഗ്രഹം എന്താ? ഈ ഭഗവാന്റെ ആഗ്രഹം അതോ
ഒരാഗ്രഹവും ഉണ്ടാവരുതേ എന്ന ആഗ്രഹം. ആഗ്രഹം ഉണ്ടാവില്ല, ഒരാഗ്രഹവും ഉണ്ടാവരുത്. അപ്പോൾ അങ്ങനെ വേണം ഭഗവാന് എന്ന്, ഭഗവാൻ എങ്ങനെയാണ് ഭജിക്കേണ്ടത് എന്ന് ഗീതയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ശ്ലോകം. ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുക എന്ന് പറയുമ്പോൾ വഴിപാടിനൊക്കെ കാരണം എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചിട്ടാണ് വഴിപാട്. അപ്പോൾ ഈ ഭക്തിയില്ല. ഭക്തി ഈ നശിക്കുന്ന സാധനങ്ങളോടാ, ഈശ്വരനോടല്ല. ഭഗവാൻ അത് തരും, പക്ഷേ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. കാരണം വീണ്ടുണ്ടല്ലോ, അത് പാടില്ല. എന്തു വേണം? ഒട്ടും ആവശ്യങ്ങളില്ല, ഭഗവത് സന്തോഷം മാത്രം ഉദ്ദേശം എന്ന് വരണം. ഇപ്പോൾ ഈ ഗീതാശ്ലോകം മനസ്സിലാക്കാണ്ടേ നമ്മളെന്ത് ചെയ്യുന്നു വെച്ചാൽ, തന്ത്രിമാരോ, ഞാൻ അവരെ ആക്ഷേപിച്ച് പറയില്ല, അവരിതൊന്നും ശ്രദ്ധിക്കണില്ല. അവർ അല്ലെങ്കിൽ വല്ല ഈ പണിക്കരോ നോച്ചിട്ട് പടക്കം പൊട്ടിക്കൽ അല്ലെങ്കിൽ ആന ഉണ്ടാക്കൽ, 2 കരി ക്ഷേത്രത്തിൽ വേണ്ടാന്ന് ഈ നാരായണ ഗുരുസ്വാമി പറയുന്നത് വളരെ പ്രധാനമാണ്. മുമ്പ് പറഞ്ഞിടോന്ന് എനിക്കറിയില്ല. കരിമരുന്നും വേണ്ട, ആനയും വേണ്ട എന്നാൽ വളരെ കുറവാണ്. ഇപ്പോൾ അതേ ഉള്ളൂ ഇവിടെ നമ്മുടെ. അത് മാത്രമല്ല, എല്ലാ ദിക്കിലും ആഘോഷമേ ഉള്ളൂ. ആഘോഷമല്ല വേണ്ടത്, ആചരണമാണ്. അതില്ല. അപ്പോൾ ഇത് വായിച്ചാൽ ഇന്ന് കാണുന്ന ഈ കോലാഹലങ്ങൾ പല ദിക്കിലും എന്തെല്ലൊക്കെയോ നടക്കണമെന്ന് പറഞ്ഞാൽ ഒരുപാട് പണവും ചിലവാക്കി ബുദ്ധിമുട്ടി കാര്യം ചെയ്യുക. അതൊക്കെ കഴിഞ്ഞിട്ട് ആർക്കും ഒരു സമാധാനമിട്ടില്ലേ. എന്താ കാരണം? ഭക്തി എന്നൊന്നിലില്ല. അത് മുഴുവനും ശക്തിയാണത്. വിഷയഭോഗമാണ് അവരുടെ പ്രധാന ഉദ്ദേശം. അതിനുവേണ്ടി എന്തൊക്കെയോ ചെയ്യണം പല ദിക്കിലും. ഓരോരോ ഈ തീർത്ഥയാത്രയൊക്കെ ഉണ്ടല്ലോ. ശ്രീരാമൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, എന്ത്? തീർത്ഥസ്നാന തപോദാന വേദാധ്യായന ക്ഷേത്രോപവാസ യാഗാദ്യാഖില കർമ്മങ്ങളാൽ ഒന്നിനാലും ഒരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മൽഭക്തി ഒഴിഞ്ഞുകൊണ്ടൊരു നാളും. അപ്പോൾ ഈ പറഞ്ഞതൊന്നും ഭക്തിയല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുമാതിരി ഇനി പ്രഹ്ലാദൻ പറയേണ്ടത് എന്താ ഭക്തി? അവിടെ നവവിധ ശ്രവണം എന്ന് പറഞ്ഞൊരു ശ്ലോകമുണ്ട്. അതിൽ 9 കാര്യങ്ങളുമുണ്ട്. അവിടെ ഇന്നിപ്പം നമ്മൾ ക്ഷേത്രത്തിൽ കാണുന്ന കാര്യങ്ങളൊന്നും തന്നെ ഭാഗവതത്തിലും ഇല്ല, രാമായണത്തിലും ഇല്ല. മറിച്ച് എന്താ കൊടുക്കുന്നത്? അത് പരമമായ ഭാവത്തോടു കൂടി. ഇങ്ങോട്ടൊന്നും ആവശ്യമില്ല. അനന്യ എന്നുള്ള കാര്യം വളരെ കാര്യമാണ്. അത് പഠിപ്പിക്കാനാണ് കുറവ്. അത് സാധിച്ചാലേ ജീവിതത്തിൽ ശാന്തി ഉണ്ടാവുള്ളൂ എന്ന് പറയണം. അടുത്ത ശ്ലോകം ഒന്ന് ഈ പറഞ്ഞതിനെ ഒന്നും കൂടി വിശദക്കുക. യൽ കരോഷി യദശ്നാസി യജ്ജുഘോഷി ദദാസി യൽ തപസ്യസി കൗന്ദേയ തൽക്കുരുഷ മതർപ്പണം. എനിക്ക് അർപ്പിക്കുക. അർപ്പണം എന്ന് പറയുന്നത് ആണ് സമർപ്പണേ. സമർപ്പണം എന്നുള്ളത് ഇങ്ങോട്ട് നമ്മൾ അധ്യായത്തിൻ്റെ അല്ലാത്തത് ഞാൻ ഇങ്ങോട്ട് എടുക്കുക. തെറ്റ് തോന്നി, അറിയാണ്ട് പറ്റിയതാണ്, ക്ഷമിക്കണേ ഭഗവാനെ, ഇത് അവിടുത്തെയാണ് അങ്ങോട്ട് തന്നെ കൊടുക്കുക. ഭഗവാന് നമ്മളെന്തെങ്കിലും കൊടുക്കില്ല. ഭഗവാനെന്ന് നാം അറിയാതെ ഇങ്ങോട്ടെടുത്തത് അത് അങ്ങോട്ട് കൊടുക്കുക. അതിൽ കേമാത്തല്ലല്ലോ. നിങ്ങളുടെ ഒരു സാധനം ഞാൻ കൊടുത്തിട്ട് അത് നിങ്ങൾക്ക് തന്നെ തരുമ്പോൾ അതിന് ദാനം എന്ന് പേരില്ല, അതിന് സമർപ്പണം എന്നാണ്. തെറ്റ് വന്നതാണ്. അപ്പോൾ എന്ത് വേണം? എല്ലാം ഭഗവാന് സമർപ്പിക്കണം. എങ്ങനെയാണ്? അതിൽ 4 കാര്യങ്ങൾ കയറണം. യൽ കരോഷി, എന്തെല്ലാം നാം ചെയ്യുന്നു ശരീരം കൊണ്ട്, കരോഷി. യത് അശ്നാസി, എന്തെല്ലാം നാം ഭക്ഷിക്കുന്നു. യൽ ജുഹോഷി, എന്തെല്ലാം യാഗങ്ങൾ, അല്ലെങ്കിൽ യജ്ഞം എന്ന് പറഞ്ഞാൽ പരോപകാര കർമ്മമാണ്. ദദാസി, ദാനം ചെയ്യുന്നു. അതൊക്കെ തപസ്യസി, തപസ് ചെയ്യുന്നു. തപസ് എന്നുള്ളതിൻ്റെ അർത്ഥം എപ്പോഴും മറക്കരുത്, കാമത്യാഗ തപസ്മത. അപ്പോൾ ഓരോ കാമങ്ങളും ത്യജിക്കുന്നുണ്ടല്ലോ. അതൊക്കെ എന്തിനാണ്? കൗന്ദേയ തൽക്കുരുഷ, ഈ പറഞ്ഞതെല്ലാം തന്നെ മതർപ്പണം, എനിക്ക് അർപ്പിച്ചും കൊണ്ട്. ഭഗവാൻ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാന് അല്ലാന്ന് വിചാരിച്ചാൽ ഞാൻ അങ്ങനെ എടുത്തത് മടക്കി കൊടുക്കുന്നതിനാണല്ലോ അർപ്പണം, സമർപ്പണം, ഇങ്ങോട്ടല്ല. അപ്പോൾ ഇതിന് മേലെ ഇനിയിപ്പോൾ എന്താ ജീവിതത്തിലുള്ളത് എല്ലാ കാര്യങ്ങളും പറയും. ഇത് വിശദീകരിക്കാനായിട്ട് ഇനി ഗീതയിൽ ഒരു അധ്യായം മുഴുവനാണ് വരാൻ പോകണം. 17-ാം അധ്യായം ഈ പറഞ്ഞതിൻ്റെ അങ്ങനെ വിവരണം. എന്താണത്? എന്താ കർമ്മം, ഭക്ഷണം എങ്ങനെയാണ്, യജ്ഞം എന്താണ്, ദാനം എങ്ങനെയാണ്, തപം എന്താണ്, അതിൻ്റെ 3 തരത്തിൽ സാത്വിക, രാജസ, താമസം. അതിൽ സാത്വികേ പാടുള്ളൂ എന്ന് ഈ ശ്ലോകത്തിൻ്റെ ശരിക്ക് ഒരു വ്യാഖ്യാനമാണ് 17-ാം അധ്യായം. അതുമാതിരി തന്നെ ഇതിൻ്റെ മുമ്പിൽ 16-ാമത്തെ ശ്ലോകത്തിൽ ഇവിടെ ഒരു ഇത് വന്നിട്ടുണ്ട്.
രാക്ഷസിയും ആസുരിയും ചെയ്വ പ്രകൃതിയും മോഹിനിയും ശ്രിത 12 16 12 ഒരു ശ്ലോകം വന്നിട്ട് അവിടെ രാക്ഷസിയും മോഹിനിയും എന്ന് പറഞ്ഞിട്ട് ആ രാക്ഷസി എന്നുള്ളതിന് എന്താ അർത്ഥം എന്ന് പറഞ്ഞില്ല. അതിന് വിശദീകരണമാണ് 16 അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗയുഗം. ഇവിടെ രണ്ടും അതിന് സൂചിപ്പിച്ചുള്ളൂ, മറ്റതൊക്കെ അങ്ങനെ ഈ 9-ാം അധ്യായത്തിൻ്റെ വിവരണത്തിന് 2 അധ്യായം വരുന്നു ഭാഗവതത്തിൽ ഗീതയിൽ. 12-ാം അധ്യായത്തിന് 16-ാം അധ്യായം 12-ാം ശ്ലോകത്തിന്, പിന്നെ ഇവിടെ 27-ാം ശ്ലോകത്തിന് 17-ാം അധ്യായം, അങ്ങനെ 2 അധ്യായം. അപ്പോൾ വളരെ മഹത്താണ് ഈ 9-ാം അധ്യായം നഷ്ടം. ഇത് മനസ്സിലാക്കിയാൽ ജീവിതത്തിൽ എപ്പോഴും ഈ ഭ്രമം കൊണ്ടൊന്നും കാര്യം നടക്കില്ല. സമാധാനം ഭ്രമം ഇളകാണ്, ഇളക്കണ്ടാവേണ്ടൊന്നും പറ്റില്ല. മനസ്സിൻ്റെ ഇളക്കാണ് ഇപ്പം നമ്മൾ അമ്പലത്തിൽ പോയിട്ട് കാണുന്നത്. അവിടെ അതിനെ നേരെ വഴിക്ക് കൊണ്ടുപോകാൻ ആളുകളില്ല. കാരണം അവിടെ ഗീത പഠിപ്പിക്കലില്ലല്ലോ. ക്ഷേത്രത്തിൻ്റെ കാര്യം പിന്നെയും പറയാം ഞാൻ. ഒരു എന്താണ് ആചാര്യ തപസേന അമ്മായ ജപേന നിയമേന ച ഉത്സവേന അന്നദാനേന ച ക്ഷേത്രവൃത്തിസ്തു പഞ്ചത എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല ആദ്യം തന്നെ പറഞ്ഞത് ഇവർക്ക് എന്ത് വേണം, ആചാര്യന്മാർക്ക് ആചാര്യ തപസ്. അവർക്ക് തപസ് ഉണ്ടാവണം വെച്ചാൽ അവർക്ക് ഒന്നിലൊരു ആഗ്രഹം ഉണ്ടാവാൻ പാടില്ല. അവർ സേവകന്മാരാവണം. അവിടെ ഈ പണം വാങ്ങണം. കാരണം തപസ് പറഞ്ഞ കാമത്യാഗമാണ്. ആ കാമത്യജിച്ച ആളുകളായിരിക്കണം ആര്, ഈ ക്ഷേത്രത്തിലെ പ്രവൃത്തിക്കാരൊക്കെ. ആമ്നായ ജപിച്ചാൽ ഈ ശാസ്ത്രം പഠിപ്പിക്കാൻ കഴിയുണ്ടാവണം. നിയമം എന്നുള്ളത് നിയമം എന്നുള്ളത് ഈ യോഗശാസ്ത്രത്തിലെ 2-ാമത്തെയാണ്. അവിടെ ശുചിത്വം, തപസ്, സന്തോഷം, സ്വാധ്യായം, അങ്ങനെ 5 വരുന്നുണ്ട്. ആ 5 വേണ്ട സൗകര്യം ക്ഷേത്രത്തിനുണ്ടാവണം. അന്നദാനം, വന്ന ആളുകൾക്ക് ചെറിയൊരു ഭക്ഷണം അത്യാവശ്യം പറമെന്ന് വരുമ്പോൾ അവർക്ക്, കുട്ടികൾക്ക് വേണ്ടി ഒരു ഉത്സവവും, അങ്ങനെ 5 കാര്യങ്ങളുണ്ടാവണം. അത്രയേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ ഇപ്പോൾ ആ ഉത്സവം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ പോയി. എന്നാലേ അതുകൊണ്ടാണ് ക്ഷേത്രം ഒരു അതിൻ്റേതായ അന്തസ്സ് പാലിക്കാൻ സാധിക്കാത്തത്. അത് പാടില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. അടുത്ത ശ്ലോകം 28. ശുഭാശുഭഫലൈരേവം മോക്ഷ്യസേ കർമ്മബന്ധനേ സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാം ഉപൈഷ്യസി. ശുഭാശുഭഫലൈർ, ശുഭം അശുഭം. ശുഭം എന്ന് പറഞ്ഞാൽ നല്ലത്, അശുഭം വെച്ചാൽ ചീത്ത. ദ്വന്ദ്ണ്ട് അവിടെ. അത് രണ്ടും പാടില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. ഭാഗവതത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഭഗവാൻ പല കാര്യങ്ങളും പറഞ്ഞു വന്നിട്ട് എന്താ ഗുണം എന്താ ദോഷം എന്ന് ചോദിക്കുകയെ. അതിന് അവസാനം പറഞ്ഞത്, ഹേ ഉദ്ധവ, ഗുണദോഷ ദൃശോ ദോഷ ഗുണസ്തൂഭയവർജിത. ഗുണമുണ്ട് ദോഷമുണ്ടെന്ന് തോന്നണില്ലേ, അതാ ദോഷം. ഗുണമില്ല ദോഷമില്ല എന്ന് തോന്നുന്നതാണ് ഗുണം. അതായത് ഈ ഏകത. നമ്മൾക്ക് ഈ ശരീരഭാവനയാണ് നമ്മെ ബുദ്ധിമുട്ടിക്കുന്നതൊക്കെ. ഈശ്വരനിൽ നിന്ന് വിട്ടതാണ് ഞാൻ എന്ന തോന്നൽ ഉണ്ടാവും ഈ ശരീരഭാവന ഉണ്ടാവുള്ളേ. അതിനാണ് അഹങ്കാരം. ആ അഹങ്കാരം വരുമ്പോഴാണ് ഇതൊക്കെ എൻ്റെയാണെന്നുള്ള മമത. ഗീത മുഴുവനും ഈ അഹങ്കാരത്തെയും മമതയും ഇല്ലാതെയാക്കാനാണ്. ഗീത മാത്രമല്ല, ഏത് ശാസ്ത്രവും ഏത് മതത്തിൻ്റെ ഉദ്ദേശം തന്നെയാണ്. അഹങ്കാരവും മമതയുള്ള ദിക്കിൽ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല. പതഞ്ജലി മഹർഷി പറയുന്നുണ്ട്. അതിന് കാരണം പറയുമ്പോൾ നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നിസ്വാർത്ഥ സേവനം വേണം, നിസ്വാർത്ഥ സേവനം വേണം. എന്തിന്? എന്താ അങ്ങനെ? എന്തുകൊണ്ടാണ് ഞാൻ നിസ്വാർത്ഥനാവണം? എനിക്ക് അങ്ങനെ ആവശ്യമില്ലെങ്കിലോ? അതിന് വ്യക്തമായ ശാസ്ത്രീയമായ എന്തെങ്കിലും ഒരു തെളിവ് പറയാൻ പറ്റുമോ? എന്തിന് നിസ്വാർത്ഥത വേണം? ഞാൻ പറയണു, ശാസ്ത്രത്തിന് പറയാൻ സാധിക്കില്ല. ഒരു ശാസ്ത്രത്തിനും പറയാൻ സാധിക്കില്ല. അത് അധ്യാത്മശാസ്ത്രത്തിന് മാത്രമേ സാധിക്കുള്ളൂ. അല്ല, നിസ്വാർത്ഥം എന്ന് പറഞ്ഞാൽ ആ സ്വാർത്ഥം സ്വാർത്ഥം അർത്ഥം ഞാൻ ആരാന്ന സ്വത്തിൻ്റെ അർത്ഥം അറിയാം. അത് ഞാൻ എന്ന് പറഞ്ഞാൽ സർവത്ര പറഞ്ഞതാ ഞാനാ. അപ്പം എന്തായി? ഈ ഇപ്പോൾ കാണുന്ന സ്വാർത്ഥം ഉണ്ടല്ലോ, അതില്ലാതെയാവും തീരെ. കാരണം എല്ലാവരോടും അങ്ങനെ വരുമ്പോൾ മാത്രമേ നിസ്വാർത്ഥമായ സേവനം സാധിക്കുള്ളൂ. അത് വേണമെങ്കിൽ എന്ത് പറയണം? പൂർണ്ണത തോന്നണം. അപൂർണന് ഒരിക്കലും സ്വാർത്ഥം ഓടാണ്ട് കഴിയില്ല. കാരണം മറ്റേത് കൊണ്ട് കൊണ്ടുവരാൻ തോന്നുമല്ലോ ആൾക്ക്. പൂർണ്ണ വന്നാൽ തന്നെ ആൾക്ക് നിസ്വാർത്ഥമുണ്ട്. ഈ ലോകത്തിൽ സംസ്കാരം എന്ന് നിലനിൽക്കണമെങ്കിൽ നിസ്വാർത്ഥം കണ്ടിട്ട് പറ്റൂല.
ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാ ദുഃഖത്തിൻ്റെയും മൗലിക കാരണം സ്വാർത്ഥമാണ്. സ്വാർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ ശരീരമാണ് വിചാരിക്കലും ശരീരത്തിന് വേണ്ടി എനിക്ക് സാധനങ്ങൾ വേണമെന്നും ഇതില്ലാതെ ആവണം. അതവിടെ പറഞ്ഞത് ശുഭാശുഭ ശുഭവുമില്ല ഫലയിലേവ ശുഭവും അശുഭം ഏവം മോക്ഷസേ കർമ്മബന്ധനേ കർമ്മങ്ങളിലൊക്കെ സാധാരണ ആളുകൾ കർമ്മം ചെയ്യുന്നതൊക്കെ ഫലം കിട്ടിച്ചിട്ടാണ്. അപ്പോൾ എന്ത് വേണം? ആ കർമ്മബന്ധ പണി ചെയ്യാണ്ടോട്ട് പറ്റൂല. കാരണം ജീവിക്കണമെങ്കിൽ കർമ്മം ചെയ്യാണ്ട് ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല. കർമ്മം ചെയ്താലൊക്കെ ബന്ധനം ഉണ്ടാവുമെന്ന് വെച്ചാൽ പിന്നെ വിഷമാവില്ലേ? അതിനെന്താ? 2-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ശ്ലോകമാണ് കർമ്മണ്യേവ അധികാരസ്ഥേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭൂർ മാ തേ സങ്കോസ്ത്വ കർമ്മണി. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കണമെന്ന് നന്നായിരിക്കും. കാരണം ഗീതയുടെ പ്രധാനപ്പെട്ട 2 തത്വം, ഒന്ന് ഈ ആത്മാവ് അല്ലെങ്കിൽ ശരീരി പൂർണ്ണനാണ്, അതിന് ഒന്നും ആവശ്യം പരിപൂർണനാണ്. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ശരീരമുണ്ട്. അപ്പം അതിന് എന്ത് ചെയ്യണം? നമ്മൾ കർമ്മം ചെയ്യാണ്ടോട്ട് പറ്റൂല. കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിൻ്റെ ഫലം എനിക്ക് കിട്ടണം എന്ന് വിചാരിക്കുമ്പോഴേ ഈ അഹങ്കാരം വരും. അത് ഈശ്വരന് വേണ്ടി ചെയ്യണമെന്ന് പറഞ്ഞാൽ അഹങ്കാരമില്ല. അഹങ്കാരമില്ല ഞാൻ പൂർണ്ണനാണ്. അപ്പോൾ അതുകൊണ്ട് കർമ്മണി ഏവ അധികാരം. നിനക്ക് കർമ്മം ചെയ്യണതിൽ മാത്രമേ ഉള്ളൂ. മാ ഫലേഷു ഫലത്തിൽ നിനക്ക് അധികാരം അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടാവരുത്. ഇല്ല എന്നല്ല. കാരണം ആ ഫലത്തിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ നിൻ്റെ ഈ തത്വസംഹിത തെറ്റിപ്പോവും. കാരണം നീ ഒരു വ്യക്തിയാന്ന് വരും, ആത്മാവല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആത്മഭാവം നിലനിൽക്കും വേണം. ലോകം വ്യാപാരം നടക്കണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള പണി കർമ്മം ചെയ്യുക. അതിൻ്റെ വയ്യ കർമ്മം ചെയ്തിട്ട് എനിക്ക് വേണം അതിൻ്റെ ഫലം എന്ന് വിചാരിക്കാതിരിക്കുക. ഫലം ഇല്ല എന്നല്ല, ഫലം എനിക്ക് മാത്രം ആവണം. ഇതാണ് സങ്കുചിത. മറ്റത് വിശാലതയായി. അതാണ് സംസ്കാരം. ഇപ്പം നിസ്വാർത്ഥത വേണം ചോദിച്ചതിന് ഉത്തരം എന്താണ്? അപ്പോൾ അങ്ങനെ വന്നാൽ രാജസമായിട്ടത് തീർന്നു. ഇനി സാത്വികമായിട്ടൊരു വിഷമമുണ്ടല്ലോ. അതെന്താ വെച്ചാൽ ഫലമൊന്നും വേണ്ട, എന്നാലും ഒരു ലേശൊരു മോഹം തോന്നും. ഞാൻ കാരണമാണെന്നൊക്കെ സാധിച്ചത് എന്നുള്ള ഒരു ലേശൊരു അഹങ്കാരം വരും. അത് വരരുത്. കാരണം ഗീതയൊക്കെ ഞാനാണ് പറഞ്ഞു തന്നത്, നിങ്ങൾക്ക് അങ്ങനെയാണ് മനസ്സിലായത് എന്ന് പറഞ്ഞാൽ അപ്പോൾ അഹങ്കാരം കുറച്ച് വയ്ക്കുന്നു. അത് പാടില്ല എന്ന് പറയുന്നത് മാ കർമ്മഫല ഹേതുർഭു. കർമ്മഫലത്തിൻ്റെ ഹേതു ഞാനാണെന്ന് തോന്നരുത്. ഒരു കർമ്മം ചെയ്യാൻ 2 ഹേതുക്കളേ ഉള്ളൂ. ഒന്ന് കർമ്മഫലമാണെന്ന്, ഇല്ലെങ്കിൽ ആ കർമ്മഫലം ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയതിന് കാരണം ഞാൻ എന്നുള്ളത്. ഈ 2 കാരണം കൊണ്ട് ലോകത്തിൽ കർമ്മം ചെയ്യാൻ പറ്റൂ. ഇത് 2ഉം ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞു ഇവിടെ ആ ശ്ലോകത്തിൽ. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ കർമ്മം തന്നെ ചെയ്യണില്ല എന്ന് വിചാരിക്കാമല്ലോ. അതൊട്ടും പാടില്ല എന്നാണ് പറയുന്നത്. മാ സംഘസ്തു അകർമ്മണി. അകർമ്മത്തിൽ ഒരിക്കലും സംഘം ഉണ്ടാവാൻ പാടില്ല. കാരണം അങ്ങനെ അകർമ്മത്തിൽ സംഘം ഉണ്ടായി വിചാരിക്കുക ഇവിടെ ഈ ലോകം നിൽക്കില്ല. പിന്നെന്താ അവിടെ ഉള്ളത്? വ്യവഹാരിക സത്യമൊന്നും ഒന്നുമില്ല. പാരമാർത്ഥിക സത്യത്തിൽ പിന്നെ ഗീതയുടെ ആവശ്യമില്ല. അത് പാടില്ല. അല്ലാണ്ട് മാ സംഘോസ് അകർമ്മണി എന്നുള്ളതിന് വിനോബാജി മോക്ഷത്തിൽ പോലും ആഗ്രഹം ഉണ്ടാവരുതെന്നാണ് പറഞ്ഞിട്ട്. മോക്ഷം എന്ന് കിട്ടാനില്ല, മോക്ഷം ഇപ്പം തന്നെ ഉണ്ട്. അത് നമുക്ക് ഓർമ്മ വരാഞ്ഞിട്ട്. അപ്പോൾ അതാ ഇവിടെ പറയാനുള്ളത്. ശുഭാശുഭം മോക്ഷസേ കർമ്മബന്ധനാൽ. ഇങ്ങനെയുള്ള ആൾ കർമ്മബന്ധനത്തിൽ നിന്ന് മോചിക്കുന്നു. പിന്നെ അയാൾക്ക് ജീവിതത്തിൽ ശാന്തി അല്ലാണ്ട് വേറെ യാതൊന്നുമില്ല. അയാൾ ഇവിടെ തന്നെ നിൽക്കുക. ഇപ്പോൾ സാധാരണക്കാരൻ ഒരാൾ ഉറങ്ങി എണ്ണീക്കുന്നതും മറ്റൊരു മഹാത്മാവ് സമാധിയിൽ നിന്ന് എണ്ണീക്കലും സമാധി ഉറക്കം ഏകദേശം ഒരുപോലെയാണ്. ഒരല്പം വ്യത്യാസമുള്ളത് ഒന്നാണ്, ഉറക്കം വന്നാൽ കഴുത്ത് ഇങ്ങനെ താഴും, അങ്ങനെ നേരെ നിൽക്കാതിരിക്കാൻ പറ്റില്ല. സമാധിയിൽ കഴുത്ത് നേരെ നിൽക്കുക, വളരില്ല. അല്ലേ? അതുപോലെ മരിച്ചാലും ഇങ്ങനെ പോകും. അപ്പോൾ ആ ഇത് എന്തിനാ വെച്ചാൽ ഇവിടെ പറയാൻ കാരണം വിമുക്തോ മാം എന്താണ് മാം ഉപേക്ഷിതി, എന്നെ പ്രാപിക്കണം. എന്നെ വെച്ചാൽ പൂർണ്ണതയെ. അപ്പോൾ പൂർണ്ണത വന്നാൽ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ എന്ത് വേണം? ശുഭാശുഭഫലം ഏവം മോക്ഷസേ കർമ്മബന്ധനെ സന്യാസയോഗത്തിൻ്റെ യുക്തനായിട്ടുള്ള വിമുക്തോ മാം ഉപേക്ഷിതി. ഇനി ഭഗവാൻ വേറൊരു പ്രധാന കാര്യം പറഞ്ഞു. സമോഹം സർവഭൂതേഷു നമേ ദ്വേഷ്യോസ്തി നേ പ്രിയ ഏ ഭജന്തിതു മാം ഭക്തിയ മൈ തേ തേഷു താപ്യഹം. ഞാൻ സമസ്വരൂപനാണ്. ഈ സമത്തിന് സമത എന്നുള്ളതിന് യോഗം
അർത്ഥത്തിന് 3 അർത്ഥം. ഒന്ന്, ഈ സംസാരത്തിൽ നിന്ന് ബന്ധം വിടുക എന്ന് പറഞ്ഞാൽ യോഗൈ. അത് എവിടെയാണ് വരിക വെച്ചാൽ 6:23 വരുവടെ. യോഗ ഉച്ചതേ എന്നാണ് ശ്ലോകം 23. ഞാൻ പറഞ്ഞു തം വിദ്യാൻ ദുഃഖസംയോഗ വിയോഗം യോഗസംജ്ഞിതം എന്നാണ്. സ നിശ്ചയേന യോക്തവ്യോ യോഗോ നിർവിർണചേതസ. സ വിദ്യ, അതിനെ അറിയണം. ദുഃഖസംയോഗ വിയോഗം, ദുഃഖം എന്ന് പറയുന്നത് പരിമിതിയാണ്. അതെന്നുള്ള വിയോഗം, ഞാൻ ശരീരമല്ല എന്ന് വിചാരിച്ചിട്ട് അതെന്നുള്ള വിയോഗമില്ലേ, അതിൻ്റെ പേരാണ് യോഗം. അതായത് ഈശ്വരനുമായി ബന്ധം ഉണ്ടാവുക. ഇപ്പം നമുക്ക് സംസാരമായിട്ട് ബന്ധനം തോന്നുക, അപ്പോഴാണ് വിചാരം. അപ്പോൾ അങ്ങനെ ഒരർത്ഥമുണ്ട് ഈ യോഗത്തിന്. പിന്നെ 2:48 സമത്വം യോഗ ഉച്ചതേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2 അർത്ഥം ഉണ്ട്. ഒരർത്ഥം കൂടി 50-ാമത്തെ ശ്ലോകത്തിൽ 2 പറഞ്ഞിട്ടുണ്ട്. അവിടെ യോഗ കർമ്മസു കൗശലം. അവിടെ യോഗത്തിൻ്റെ പരിഭാഷ പറയല്ല, അതിൻ്റെ പ്രത്യേകത ഗുണം പറയാം. അല്ലാതെ കർമ്മം നന്നായിട്ട് ചെയ്യാനുള്ള മാർഗം എന്താ വെച്ചാൽ അത് യോഗമാണ്. കർമ്മത്തിൻ്റെ കേമത്വം അത് അങ്ങനെ 3 തരത്തിൽ. ഇവിടെ എന്താ പറഞ്ഞതപ്പോൾ സമോഹം സർവഭൂതേഷു, ഞാൻ എല്ലാവരോടും സമമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട വാക്കാണ് ഈ സമത്വം. സമമായ പ്രവർത്തനം പാടില്ല, സമമായ ദർശനേ പാടുള്ളൂ. അതിന് കഥയും പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും ഒരുപോലെ ഇപ്പോൾ ക്രൂരജനങ്ങളോടും ഈശ്വരനാണെന്ന് തോന്നാം, പക്ഷെ അവരുടെ അടുത്തേക്ക് പോകരുത്, വിവരം ഉണ്ടാവണം. അവർക്ക് ഈ സമദർശനില്ല, നമുക്കാ സമാസമുണ്ട്. അപ്പോൾ സമോഹം സർവഭൂതേഷു, എല്ലാ ഭൂതങ്ങളിലും ഈ ഭക്തൻ എങ്ങനെയായിരിക്കും? സമമായിരിക്കും. എന്നാ മേ ദേഷ്യസ്തി എന്ന പ്രിയ, എനിക്ക് ദേഷ്യവുമില്ല, ആരോട് പ്രിയുമില്ല. എപ്പോഴും ഈ ദ്വന്ദ്വമാണ് അപകടമൊക്കെ. ഏകത്വം വന്നാൽ വിഷമില്ല, ദ്വന്ദ്വുണ്ടോ അപ്പം ബുദ്ധിമുട്ടുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോൾ ശത്രു നമ്മുടെ അടുക്കുന്ന് വിട്ടു നീങ്ങി പോയി വയ്ക്കുക, അപ്പോൾ സന്തോഷമാണ്. നേരെ മറിച്ച് സ്നേഹിതൻ നമ്മുടെ അടുത്ത് നിന്ന് നീങ്ങി പോയിരിക്കുക, അപ്പോൾ ദുഃഖ. 2 ആൾ നീങ്ങിപ്പോയതാണ്, പക്ഷേ ഒരാൾ പോയ ദുഃഖവും ഒരാൾ പോയ സുഖവും. ഇതൊക്കെ മനസ്സിൻ്റെ അല്ലാണ്ട് എന്താണത്? യാതൊന്നുമില്ല. അപ്പോൾ ഈ ദ്വന്ദ്ങ്ങൾ എവിടെ വരുന്നു? ദ്വന്ദ്വം വെച്ചാൽ 2 ഉണ്ടെന്ന് തോന്നുക. ഭീതിർനാമ ദ്വിതീയാൽ ഭവതി എന്ന് നാരായണീതി പറയും. 2 ഉണ്ടെന്നുള്ളത് മനസ്സിൻ്റെ ഒരു സങ്കല്പ. അതുള്ളിടത്തോളം എന്തുണ്ട്? ദുഃഖം കൂടാണ്ട് വരില്ല. അപ്പോൾ എനിക്ക് ആരും ദേഷ്യമില്ല, ആരോടും പ്രിയമില്ല. വേറൊരു ഉദാഹരണം കാണിക്കാം. ഇപ്പോൾ സൂര്യനുണ്ട്, വളരെ നല്ല പ്രഭയുള്ള ഒരു വസ്തുവാണ്. പക്ഷേ അതിനെ പ്രതിബിംബിക്കാനുള്ള സാധനം ചളി ആയിട്ടുള്ള ഒരു വെള്ളമായിരിക്കുക. അപ്പോൾ അതിൽ ചളിയായിട്ടുള്ള ബിംബം കാണുള്ളൂ. അത് സൂര്യൻ്റെ കടല്ല, ഈ ചളിവെള്ളത്തിൻ്റെയാണ്. ശുദ്ധജലം ഇരിക്കുക, അസലായിട്ട് നല്ല പ്രതിബിംബം ഉണ്ടാവും. അതൊന്നും സൂര്യന് ബാധകമല്ല. ഞാൻ 2 ആൾ ഈ ചളിവെള്ളത്തിലും മറ്റേലും സമമായിട്ടാണ് ഉണ്ടാവുന്നത്. പക്ഷേ അതിൻ്റെ വിഷമം കൊണ്ട്, അതുപോലെ എന്ന് പറഞ്ഞു, ഭക്തന്മാരാണെങ്കിൽ അവരിൽ ഞാൻ ശരിക്കും പ്രകാശിക്കും. ഭക്തിയില്ലാതെ ശക്തിയുള്ളവരാണെങ്കിൽ ഞാനൊന്ന് മങ്ങി പ്രകാശിക്കും. അതെൻ്റെ കുറ്റമല്ല, ആരുടെ? ഈശ്വരൻ്റെ കുറ്റമല്ല, ഈ ഉപാധിയുടെ തെറ്റാണ്. അപ്പോൾ ഉപാധി അതാണ് ജീവിതം തന്നെ. ഈ ഗീത പറഞ്ഞുകൊണ്ടിരുന്നൊക്കെ ഉപാധി നേരെയാക്കാനാണ്. ആ ഉപാധി നേരെയായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ സമൂഹം ഭജന്തി മാം ഭക്തിയ മൈ തേ തീർച്ച, ആരെന്നെ ഭജിക്കണോ അവരെ ഞാൻ അങ്ങോട്ട് ഭജിക്കണം. അപ്പോൾ ആദ്യം പറഞ്ഞാൽ ഒരു വിപരീതമാണെന്ന് തോന്നുമല്ലോ ഇപ്പോൾ ഇത്. അപ്പോൾ എന്നെ ഭജിക്കുന്നവരൊക്കെ ഇഷ്ടമാണ്, ഭജിക്കാത്തവരും ഇഷ്ടമില്ല പറഞ്ഞാലോ. തിരുമ്പ പറഞ്ഞു സമൂഹം, അവർ സംശയം തോന്നാം. അതിന് ഉദാഹരണം കൊണ്ടേ ഉള്ളൂ. ഭഗവാന് എന്നെ ഭജിക്കുന്ന ആളെ അങ്ങോട്ട് ഭജിക്കുന്നു, ഭജിക്കാത്ത ആളെ ഞാൻ ഭജിക്കില്ല എന്നുള്ള ഉദാഹരണം പറഞ്ഞാലേ നമുക്ക് അർത്ഥം മനസ്സിലാവും. അപ്പോൾ നല്ല ധനുമാസ കാലമായിരിക്കാം, രാവിലെ നല്ല തണുപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഇലകളൊക്കെ ധാരാളം ഉണ്ടാവും. അതിനടിച്ചിട്ട് നമ്മൾ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത്
അത് കൊളത്തി രാവിലെ നമ്മളൊക്കെ പതിവുണ്ട്, ഈ തേക്കായിരിക്കും, തണുപ്പ് നല്ല സുഖ രസമുണ്ടാവും. ചൂട് തീറ്റ എടുക്കും. പടിഞ്ഞാറ് ഭാഗത്ത് അത് ഒരാൾ കിഴക്ക് ഭാഗത്ത് കൊണ്ട് പറയുന്നത്, എന്താ ഈ തീ കാട്ടുന്നു, അവിടെ ഉള്ളവർക്കൊക്കെ നല്ല സുഖം കൊടുക്കണു, ഞാൻ ഇവിടെ തണുത്ത് പറിക്കണു എന്ന് പറഞ്ഞാൽ അതിന് തീ കുറ്റക്കാരനല്ല. നിങ്ങൾ തീയിന്ന് മാറി കിഴക്കോർത്ത് പോയി നിന്നാൽ അത് അതിന് തീയിനെന്താ നിർത്തി? ഇങ്ങോട്ട് വരൂ, എൻ്റെ അടുത്തേക്ക് വരൂ. അല്ല, അവിടെ എവിടെ നിൽക്കുന്ന ആളെങ്കിലും എൻ്റെ അടുത്ത് വന്ന് നിന്നാൽ അവർക്ക് ഞാൻ ഈ ചൂട് കൊടുക്കും. നിങ്ങൾ എന്നെ വിട്ടുപോയാൽ എനിക്ക് അതിൽ എൻ്റെ കുറ്റമല്ല. അതായത് അതേപോലെ നമ്മൾ ഈശ്വരനെ അകന്ന് നിൽക്കുക. അപ്പോൾ ഈശ്വരൻ്റെ പ്രഭാവം നമുക്ക് അറിയണില്ല. നിങ്ങൾ ഈശ്വരൻ്റെ അടുത്ത് പോയി അങ്ങനെ അടുത്ത് തിരക്കിരിക്കലും നല്ലത് മനസ്സുകൊണ്ട് ഈശ്വരനിലേക്ക് വരിക. ആ ഭാവം വന്നാൽ ഞാൻ സമനാണ്, എനിക്കൊരാളുടെ പ്രത്യേകത ഇല്ല. നിങ്ങൾ പിന്തിരിഞ്ഞ് നിൽക്കുക. അപ്പോൾ എന്ത് കാര്യത്തിനും തന്നെയാണ് വാസ്തവത്തിൽ നമ്മളാണ് വിഷമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. കാരണം നമ്മളുടെ അപൂർണത കാരണം പലന്ന് കിട്ടിയാലേ സുഖമാവുള്ളൂ എന്നങ്ങോട്ട് ധരിച്ചിരിക്കുക. ആലോചിച്ച് നോക്കൂ, വളരെ വ്യക്തതാണ്. രാത്രി ഉറങ്ങുമ്പോൾ സകല സാധനങ്ങളും അങ്ങോട്ട് വിട്ടുപോയപ്പോൾ ആനന്ദമായിരുന്നു നമ്മുടെ അനുഭവം എന്നുള്ളതിന് എല്ലാവർക്കും എന്നും അനുഭവിക്കുന്നതാണ്. അപ്പോൾ സുഖത്തിന് ഇവയെ വിടുക വേണ്ടു, അല്ലാണ്ട് അത് ഉണ്ടാക്കണ്ട. സ്വപ്നത്തിനും ഇല്ല സുഖം, ഉണർന്നിരിക്കുമ്പോഴുമില്ല. സുഖമുണ്ട്, ദുഃഖമുണ്ട്. മറ്റവർക്ക് അങ്ങനെയില്ല, ദ്വന്ദ്വമില്ല, ആനന്ദമാണ്. പക്ഷെ അവിടെ അത് അറിയണില്ല. സമാധിയിലാവുമ്പോൾ അത് അറിയാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ആരോർക്കും ഒരാളുടെ പ്രത്യേകത കാണിക്കണ ഇല്ല. സമൂഹം സർവോപദേശവും. ഇനി ഒന്നുകൂടിയും പറഞ്ഞു നോക്കാൻ, അഭിചേൽ സുദുരാചാരോ ഭജതേ മാം അനന്യഭാഗ് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹിസാം. ഇത്രയൊക്കെ നല്ല ശ്ലോകങ്ങൾ വേറെ ഗീതയിലുണ്ടോ തോന്നുന്നു. അത്ര കേമ. അഭിചേൽ സുദുരാചാരോ, അങ്ങേയറ്റം ദുരാചാരി. ദുരാചാരം എന്ന് പറഞ്ഞാൽ സ്വാർത്ഥം എന്നർത്ഥമാണ്. അതൊന്നും ദുരാചാരം ഉണ്ടാവണം. സ്വാർത്ഥം ഇല്ലെങ്കിൽ ദുരാചാരം ഉണ്ടാവില്ല. ദുരാചാരോ അദ്ദേഹം അതിൽ കൂടി ഭജന്തേ മാം അനന്യഭഗ്. നോക്കൂ, അനന്യം ഇനിയും വരുന്നു. എന്നെ ഭജിക്കുന്നു ചിലോ ഭഗവാന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കണു ആണല്ലോ. അങ്ങനെ നിന്നാൽ സാധുരേവ സമന്തവ്യ, അയാളെ സാധുവാണ് എന്ന് കരുതിക്കോളണം എന്ന് പറയുന്നത്. കാരണം സമ്യക് വ്യവസിതോഹിസ, അവൻ്റെ വ്യവസായം ബുദ്ധി ശരിയായി തിരിഞ്ഞുണ്ട്. ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നാൽ മതി. പിന്നെ എത്തൊന്നും വേണ്ട, തിരിഞ്ഞു നിന്നാൽ പോലും ഭഗവാനിലേക്ക്, അതായത് അപൂർണമായ ഈ ശരീര മനോബുദ്ധികളിൽ നിന്നും തിരിഞ്ഞിട്ട് ആത്മഭാവത്തിലേക്ക് ഒരാളങ്ങോട്ട് തിരിഞ്ഞു നിന്നാൽ തന്നെ എന്തായി അല്ലെ സാധുവാണെന്ന് കണക്കാക്കണം. പറ്റുമോ എന്ന് ചോദിക്കണേന് ഒരു ഉദാഹരണം പറയാം. അപ്പോൾ സൂര്യൻ്റെ വിളിച്ചത് രാവിലെ നമ്മൾ സൂര്യന് പിന്തിരിഞ്ഞ് നിൽക്കണു. അപ്പോൾ ശരിക്കും നല്ല നിഴൽ നീണ്ട് നിൽക്കണ കാണാം. അപ്പോൾ നിഴൽ കാണുമ്പോൾ നമുക്കൊരു രസം തോന്നും, അതൊന്ന് പിടിക്കാൻ തോന്നും. വെറുതെ അറിയില്ലെങ്കിൽ ആദ്യമൊക്കെ പിന്നെ മനസ്സിലാവും. നിഴലിനെ പിടിക്കാൻ നടക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിഴലിങ്ങനെ നീങ്ങല്ലാണ്ട് നിഴലിനെ പിടുത്തം കിട്ടില്ല. അപ്പോൾ ഒരാൾ പറയും, നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടുണ്ട് നിഴലിനെ പിടിക്കാമെന്ന് മനസ്സിലാ, ഒരു കാര്യം ചെയ്യും, അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കും സൂര്യൻ്റെ അറിവ്. സൂര്യൻ്റെ അകത്ത് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിഴൽ കാണുന്നില്ല. സൂര്യനെ ബന്ധിരിക്കുന്നില്ലേ ഉള്ളൂ. മാത്രമല്ല സൂര്യനിലേക്ക് കുറച്ചങ്ങോട്ട് നടന്നു നോക്കുമ്പോൾ പട്ടിയെ പോലെ നിഴൽ നിങ്ങളുടെ പിന്നാലെ വരും, ഒരു പ്രയാസമില്ല. അപ്പോൾ നിഴലിനെ നിഴൽ ഇയാളുടെ കീഴോ. ഇതുപോലെ ഭക്തൻ്റെ കീഴിലാണ് ഈ പ്രപഞ്ചമൊക്കെ. അജ്ഞാനിൻ്റെ ആവശ്യത്തിന് എന്താ അയാൾ പ്രപഞ്ചം കാണും, എന്നിട്ട് പിടിക്കാൻ കിട്ടും. ഏത് കാലത്തോട്ട് കിട്ടൂല. ഈശ്വരനിലേക്ക് തിരിഞ്ഞ് നിൽക്കപ്പെടും. മനസ്സൊന്ന് ഈ പൂർണ്ണതയിലേക്ക്, അപൂർണമായ ശരീരമല്ല ഞാൻ, ആത്മാവാണ് എന്ന് ആരുടെയെങ്കിലും കേട്ടിട്ട് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നിന്നാൽ തന്നെ എന്തു പറഞ്ഞു, സാധുരേവ അവനെ കേമനാണ്, സാധുവാണ്, സാധു സജ്ജനം എന്നാണ്, സജ്ജനമാണ് എന്ന് അറിഞ്ഞോളണം എന്നാ ഭഗവാൻ പറഞ്ഞു. എപ്പോഴെങ്കിലും അല്ല, ഇങ്ങോട്ട് തിരിഞ്ഞാൽ മതി ജീവിതത്തിൽ. അങ്ങനെയാണല്ലോ പലരും. വാൽമീകിയുടെ കഥയൊക്കെ എങ്ങനെയാണ്, ആ കഥ അറിയുമെന്ന് അറിയില്ല. കാട്ടിൽ അദ്ദേഹം അങ്ങനെ പിടിച്ചു പറയുകയാണ്. ഒരു ദിവസം നാരദ മഹർഷിയും മറ്റു മഹർഷിമാരാണ് വരാൻ ഇവിടെ വന്നപ്പോൾ ഇദ്ദേഹം ഈ അമ്പ് ബില്ല് ഉണ്ടല്ലോ, ബില്ലെടുത്തിട്ട് അമ്പ് ഇങ്ങനെ എതിരിങ്ങനെ പിടിച്ചു. അപ്പോൾ നാരദ മഹർഷി കണ്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ അമ്പ് താഴെ വീണു. അപ്പം നാരദ മഹർഷി ചോദിച്ചു, എന്താ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വീണ്? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കാട്ടിൽ 2 തരം മൃഗങ്ങളെ കണ്ടിട്ടുള്ളൂ. അതെന്താ വെച്ചാൽ, ഒന്ന് ഞാൻ ഈ അമ്പെടുത്താൽ പേടിച്ചു ഓടും, അങ്ങനെ
ഭീരുക്കളായിട്ട്. മറ്റൊന്ന് അമ്പെടുത്താൽ ഇങ്ങോട്ട് നേർക്ക് ചാടും. അങ്ങനെ 2 മൃഗങ്ങളല്ലാണ്ട് ഇതിലിടയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഞാൻ അമ്പ് വയ്ക്കുമ്പോൾ നിങ്ങളോട്ട് ഓടണമില്ല, ഭയപ്പെടണമില്ല നിന്നു. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് അമ്പ് താഴ്ത്തു കൊണ്ടുപോയതാണ്. കാരണം അവിടെ സമോഹണ അധ്യയനം, സമത്വഭാവമാണ്. അവർ ആ അധ്യയനെ കണ്ട ആൾ കൂടി സമത്വം ഉണ്ടാവും, രണ്ടുമില്ല. എന്നിട്ടാണ് പോയി ചോദിച്ചു. പിന്നെ താൻ നേരം ആ കഥ ഉണ്ട്. അപ്പോൾ മഹാത്മാക്കളുടെ മുമ്പിലേക്ക് നിന്നാൽ മതി, അവരുടെ ഒരു അനുഗ്രഹം ഉണ്ടായാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ശാന്തി സമാധാനം കിട്ടും. പിന്നെ നമുക്ക് സാധുരേവ ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വച്ഛാന്തി നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. ക്ഷിപ്രം ച എളുപ്പം, ഉടനെ. ഭവതി ധർമാത്മാ, ധർമ്മം എന്ന് പറഞ്ഞാൽ ധരതി, നിലനിൽക്കുന്നത്, അതന്നെ ആത്മാവ്. അപ്പോൾ എന്നും നിലനിൽക്കുന്നത് ശാശ്വതമായ ആ ആത്മസ്വരൂപം. ക്ഷിപ്രം ച ധർമാത്മാ ശശ്വച്ഛാന്തി, ശശ്വത് ച ഉടനെ ശാന്തി. ഈ ശാന്തി വളരെ പ്രധാന. അത് ഈ ശബ്ദമില്ലാതിരിക്കലല്ല. ശബ്ദമില്ലാതിരിക്കുന്ന അതിന് മൂകത എന്നർത്ഥം വരും, ഉണ്ടാണ്ടിരിക്കുക. ഉള്ളിൽ പലതും ഉണ്ടാവും. ശാന്തി മനസ്സിൻ്റെ മൗനം, അത് മനസ്സൊതുങ്ങുക, അതാണ് ആ ശാന്തി നിഗച്ഛതി. അവിടേക്ക് എത്തുള്ളൂ. ആര്? ക്ഷിപ്രം ഭവതി ധർമാത്മാവ്. ധാർമ്മികമായിട്ട് ജീവിക്കുന്ന ആൾക്ക് മനസ്സിൽ ഒരു വെപ്രാളം പറയേണ്ട പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് കൗന്ദേയ പ്രതിജാനീഹി, നീ നമേ ഭക്ത പ്രണശ്യതി, എൻ്റെ ഭക്തൻ നശിക്കില്ല എന്ന് നീ സത്യം ചെയ്യുക എന്നാണ് ഇവിടെ പറയണത്. ഇവിടെ ഒരു വിഷമം തോന്നും. ഭഗവാന്റെ ഭക്തൻ നശിക്കില്ല എന്ന് ഭഗവാനല്ലേ സത്യം ചെയ്യേണ്ടത്? ഇവിടെ പറയണത് അർജുന നീ സത്യം ചെയ്യുക, എൻ്റെ ഭക്തൻ നശിക്കില്ല എന്നാണ് പറയണത്. അതെന്താ അങ്ങനെ? അതിന് കാരണമുണ്ട്. കാരണം ഭഗവാൻ ഭക്തപരാധീനനാണ്. ഭക്തൻ എന്തു പറഞ്ഞു അതൊന്നും വിപരീതം ചെയ്യാൻ ഭഗവാനെ കൊണ്ടാവില്ല. കാരണം നമ്മളോട് ഇഷ്ടപ്പെട്ട ആ ഒരു കുട്ടി, നമുക്ക് ഏറ്റവും പ്രേമമുള്ള ഒരു കുട്ടി, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ പറയുന്നത് തെറ്റാണെങ്കിലും നമുക്കത് ചെയ്യാണ്ട് വയ്യ. അവനോട് അത്ര സ്നേഹമുണ്ട്. അവൻ അറിയാഞ്ഞിട്ടാണ്, പിന്നെ പറഞ്ഞു കൊടുക്കും, എങ്കിലും അത്ര സ്നേഹം. അപ്പം ഇതിനൊരു ഉദാഹരണം വരാൻ പോണ്ട്. അർജുന നീ സത്യം ചെയ്യുക, നീ എൻ്റെ ഭക്തനെ സത്യം ചെയ്തു വരിക്കുക, പിന്നെ അത് ഞാൻ അതിനെ സാധിപ്പിക്കാണ്ട് എനിക്ക് പറ്റില്ല. ഈ ഭാരതയുദ്ധ സമയത്ത് ഭഗവാൻ ആയുധം എടുക്കില്ല, തേര് കളിക്കുക മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ആ കഥയൊക്കെ ഉണ്ട്. ഇത് കേട്ടു ഭീഷ്മർ. അപ്പോൾ ഭീഷ്മർ പറഞ്ഞു, ഞാൻ ഭഗവാനെ കൊണ്ട് ആയുധം എടുപ്പിക്കുന്നത് സത്യം ചെയ്തു. അപ്പോൾ 2 ആളുടെ സത്യമായി. ഭഗവാന്റെ സത്യം ആയുധം എടുക്കില്ല എന്ന്, ഭീഷ്മരുടെ സത്യം ആയുധം എടുപ്പിക്കുന്നു. ആ യുദ്ധം വരുന്ന സമയത്ത് വല്ലാതെ അർജുനൻ വിഷമമായിപ്പോൾ ഭഗവാൻ എന്തെന്നില്ലാത്ത വിഷമായി. ഉടനെ ചക്രം എടുത്തിട്ട് ചാടി, ആരെ? ഭീഷ്മരെ കൊല്ലാൻ. ആ ചക്രം എടുത്താണ് ചാടിയപ്പോൾ ഭീഷ്മർക്ക് വലിയ സന്തോഷമായി. വേഗം അമ്പും വിലൊക്കെ തട്ടിട്ട് ഭഗവാന്റെ കാക്കലായിട്ട് നമസ്കരിച്ചു, ശരണം പ്രാപിച്ചു. എന്താ അപ്പോഴാണ് ഓർമ്മ വന്നത്, അയ്യോ ഞാൻ സത്യം ചെയ്തിരുന്നതെന്ന്, ആയുധം എടുക്കില്ല എന്ന്. പക്ഷെ ഇപ്പം എന്ത് വേണം? ഭീഷ്മരുടെ സത്യം ശരിയാക്കാൻ തൻ്റെ സത്യം ഉപേക്ഷിച്ചു. അത്ര ഭക്തവത്സലനാണ് ഭഗവാനെ. അല്ലാണ്ട് ഭഗവാനെ അറിയാഞ്ഞിട്ടില്ല. ഭീഷ്മരുടെ സത്യം ശരിയായില്ലെങ്കിൽ ഭഗവാന്റെ സത്യം ശരിയാവും എന്നുള്ളതിനൊരു അത്ഭുതമൊന്നുമില്ലല്ലോ. ഭഗവാന്റെ സത്യം ശരിയായി എന്ന് പറഞ്ഞാൽ ഇത്ര കേമത്തൊന്നുമില്ലല്ലോ. ഭീഷ്മരുടെ സാധിച്ചതുകൊണ്ടേ. അപ്പോൾ അത്ര ബഹുമാനമാണ് ഭീഷ്മരെ. ഈ കഥ കരാൻ കാരണം. അപ്പോൾ അർജുന ഞാൻ പറഞ്ഞിട്ട് സത്യം ചെയ്തതും കൂടി നിൽക്കില്ല. ഭക്തൻ വെച്ചാൽ പ്രേമം ഉണ്ടല്ലോ, തനിക്ക് ആരെയാണ് ഇഷ്ടം, അയാൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതാ എൻ്റെ ഇഷ്ടം എന്ന് വേറെ പറഞ്ഞു നമ്മൾ. അപ്പോൾ അത്രയും ഭക്തബത്സലാണ് ഭഗവാൻ. അപ്പോൾ നമ്മളെന്തേ കൊണ്ടു? ഭഗവാനെ അങ്ങോട്ട് പ്രേമിച്ചാൽ മതി. പിന്നെ ഭഗവാൻ ഇങ്ങോട്ട് പ്രേമിക്കുക നമ്മുടെ ദാസനാവും ഭഗവാൻ. അത്ര സാധിക്കും. മാം ഹി പാർത്ഥ വ്യപാശ്രിത്യ ഏപിഷു പാപയോനയ സ്ത്രീയോ വൈശ്യസ്തഥാ ശൂദ്ര തേവി യാന്തി പരാം ഗതിം. ഈ ശ്ലോകത്തിനും ഒക്കെ അർത്ഥറിയാണ്ട് പലരും വിഷമിച്ചിട്ടുണ്ട്, പലപ്പോഴും പറ്റുന്നുണ്ട്. മാം ഹി പാർത്ഥ വ്യപാശ്രിത്യ ഏപിഷു പാപയോനികൾ. പാപം എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയല്ല, തെറ്റ് ചെയ്തിട്ട് ഉണ്ടാവുന്ന മനസ്സിലുണ്ടാവുന്ന ഭാവത്തിനാണ് പാപം. അങ്ങനെ പലരും നമ്മളൊക്കെ ചെയ്യുന്നു, എന്നിട്ട് പാപം ചെയ്തു തോന്നുന്നുണ്ട്. അങ്ങനെയുള്ള അവരെന്താണ്, അതിൽ 3 തരക്കാർ
പറഞ്ഞു. സ്ത്രീയോ വൈശ്യസ്തഥാ ശൂദ്ര തേബി യാന്തി പരാങ്കരി. സ്ത്രീ, വൈശ്യൻ, ശൂദ്രൻ. ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും വിട്ടിട്ടുണ്ട്. കാരണം ബ്രാഹ്മണൻ ബ്രഹ്മജ്ഞാനിയാണ്. അപ്പോൾ അങ്ങനെ ഈ വിഷമമൊന്നും വരാൻ പാടില്ല. ജാതിയല്ല, അതും വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നതാണ്. ഇന്ന് നമ്മളുടെ ആളുകളൊക്കെ വിചാരിക്കുന്നത് ജാതി ഈ ജനനം കൊണ്ടാണ്. 4-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ഗുണങ്ങളെ കൊണ്ടും കർമ്മങ്ങളെ കൊണ്ടുമാണ് ഇത് ഉണ്ടായത്. അത് അവർ ചെയ്തതാണ്. ഇനിയും അതിന് ഫലമായിട്ട് ആ ജാതിയിൽ പറഞ്ഞതാണ്. അതിൽ ഈശ്വരന് ഇല്ല, ഉത്തരവാദിത്തമില്ല. വേണമെങ്കിൽ ഈശ്വരൻ ഒരു പ്രയാസമില്ലായിട്ട് ഒരു അക്ഷരം ഒന്ന് മാറ്റിയാൽ മതിയായിരുന്നു. ഗുണകർമ്മ ജന്മകർമ്മ സ്വഭാവജ എന്നോ എന്തെങ്കിലും ജന്മം ഒരു വാക്കവിടെ വെച്ചാൽ ഒരു പ്രയാസമില്ല, പറഞ്ഞിട്ടേയില്ല. അപ്പോൾ ജന്മം കൊണ്ടല്ല ഈ ചാതുർവർണ്ണ്യം ഉണ്ടായിട്ടുള്ളത്, നമ്മൾ പഴയത് ചെയ്തിട്ടുള്ള കർമ്മം കൊണ്ട് അതിനനുസരിച്ചിട്ട് വേണം. അപ്പം 3 തരത്തിലുള്ള ആൾക്ക് വിഷമങ്ങൾ ഉണ്ടെന്ന് പറയാണ് ഇവിടെ. അതിനാണ് സ്ത്രീയ, വൈശ്യ, ശൂദ്ര. സ്ത്രീ എന്നുള്ളതിന് അർത്ഥം എടുക്കേണ്ടത്, അല്ലെങ്കിൽ വിഷമമുണ്ടാവും, ആരോഗ്യ ശരീരത്തിന് ശക്തി പുരുഷനെ അപേക്ഷിച്ച് താഴെയാണ് ശരീരത്തിന്, അതാണ് സ്ത്രീ എന്ന്. വൈശ്യൻ എന്ന് പറഞ്ഞാൽ മനസ്സിന് ശക്തി കുറവ്. എന്താ കാരണം വെച്ചാൽ അയാൾക്ക് ലാഭം കിട്ടണം എന്നാണല്ലോ വിചാരം എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ആ ഈശ്വരഭാവല്യാണ്ടേ ഉള്ളൂ, അതാണ് വൈശ്യൻ. 1 ശരീരത്തിന്, 2 മനസ്സിന്. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് അത്ര ശക്തി ഇല്ലാത്തത്. അങ്ങനെ 3 കാര്യങ്ങളേ ഉള്ളൂ: മനസ്സ്, ബുദ്ധി, മനസ്സ്, ശരീരം. ഇവയ്ക്ക് അല്പം ശക്തി കുറഞ്ഞ കൂട്ടരുണ്ട്. അവരാണെങ്കിൽ പോലും എന്തുണ്ട്, മാംഹി പാത വിവാശ ഏവിസു പാപയോന. അവർ കൂടി എന്ത് ചെയ്തു? അവർ പരാംഗതിയും പരമമായ ഗതിയെ, പരമമായ ശ്രേഷ്ഠമായ അല്ലെങ്കിൽ സർവത്ര നിറഞ്ഞ പൂർണ്ണമായ ഗതിയെ പ്രാപിക്കും. എങ്ങനെ? ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞാൽ മതി. കാരണം ഞാൻ ഈ ശരീരമാണെന്ന ഭാവന വിട്ട് ഞാൻ ആത്മാവും ആണ്, ശരീരമുണ്ട്, ആത്മാവാണെന്ന ഭാവന വന്നാൽ തന്നെ ജീവിതത്തിൽ പിന്നെ നിങ്ങൾക്ക് സ്വാർത്ഥം സാധിക്കില്ല. അപ്പം നിസ്വാർത്ഥമാണ് വരിക. നിസ്വാർത്ഥത്തിൻ്റെ പേരാണല്ലോ ഈശ്വരത്വം. അത് സാധിക്കുമെന്ന് പറയണം. പിന്നെ കിംപുനം ബ്രാഹ്മണ പുണ്യോ ഭക്ത രാജർഷസ അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വാം. ഇങ്ങനെ ഇവർക്ക് പോലും ആ ഈശ്വര സാക്ഷാത്കാരം പൂർണ്ണത സാധിക്കുമെങ്കിൽ കിംപുനപിനെ പറയണോ? ആർക്ക്? കിംപുനം ബ്രാഹ്മണ. 18 42, 43, 44 ശ്ലോകം ശ്രദ്ധിച്ച് പഠിക്കണം. അവിടെ ഒരു ശ്ലോകം കൊണ്ട് 9 ഗുണങ്ങളുള്ള ആളാണ് ബ്രാഹ്മണനെന്നും 7 ഗുണങ്ങളുള്ളതാണ് ക്ഷത്രിയനെന്നും വൈശ്യനും ശൂദ്രനും കൃഷി ഗോരക്ഷ വാണിജ്യം ചെയ്യുന്ന ആൾ വൈശ്യനും ശൂദ്രകർമ്മ സേവനകർമ്മം ചെയ്യണം ശൂദ്രനെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് ഇത് ജാതിയല്ല എന്നുള്ളത് ഗീത വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതാ ഇവിടെ പറഞ്ഞത്. ആ അങ്ങനെയുള്ള ബ്രാഹ്മണന് പുണ്യ രാജഋഷി, രാജൻ എന്ന് പറയാണ്ടേ രാജഋഷി എന്ന് പറഞ്ഞിരിക്കും. ഋഷിമാരാണ് അവർ. വെറും രാജാവായാൽ ചിലപ്പോൾ അഹങ്കാരം ഉണ്ടാവും. ഇതല്ല, രാജഋഷികൾ. പ്രത്യേകിച്ചും പരീക്ഷിത് മഹാനതിനൊക്കെ ശുഗപനും ഷിവളും രാജഋഷി എന്നാണ് വിളിക്കുക. ആ രാജഋഷി എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാം അറിഞ്ഞ ത്യാഗം ചെയ്യുന്ന ആളാണ്. ആ കിംപുന രാജഋഷിയെ സന്ത അവർ അനിത്യം അസുഖം, ഈ പ്രപഞ്ചം അനിത്യമാണ്. ഇതൊക്കെ നമുക്ക് ഓരോ നിമിഷവും നമ്മൾ അനുഭവിക്കുന്നതാണ്. പക്ഷെ അത് നമ്മൾ മറക്കണം. അനിത്യമാകൊണ്ടാണ് അത് അസുഖമായത്. നിത്യമാണെങ്കിൽ ഇല്ല. അനിത്യം, അസുഖം, ലോകം. ലോകം എന്ന് വെച്ചാൽ കാണുന്നത് അർത്ഥമാണ്, ദുഃഖ് എന്നുള്ള വാക്ക്. അപ്പോൾ ഈ നമ്മൾ കാണുന്ന പ്രപഞ്ചം ഉണ്ടല്ലോ, അത് അനുഭവമല്ലത് ലോകം. ഇമം പ്രാപ്യ, ഈ ഇതിനെ പ്രാപിച്ചിട്ട്. ഇപ്പം നമ്മളവിടെ വന്നിരിക്കണം. എന്തുകൊണ്ട്? സംഘം കൊണ്ട്. നീയാൾ എന്ത് ചെയ്യണം? മാം ഭജസ്വ, അല്ലെങ്കിൽ പൂർണ്ണതയെ ആവാൻ ശ്രമിക്കും. അപൂർണത വിട്ട് പൂർണ്ണത ശ്രമിക്കുക. അത് ശ്രമം എങ്ങനെയാണ്? മനസ്സുമാണ്, ബുദ്ധിയാണ് വേണ്ടത്. ശരീരം വേണ്ടാന്ന് വന്നില്ല. പ്രധാന കാര്യം മനസ്സാണ്. മനസ്സിന് ഈ വികാരങ്ങളും 3 കാര്യമാണ്. ഇന്ദ്രിയങ്ങൾക്ക് അനുഭവം, മനസ്സിന് വികാരം, ബുദ്ധിക്ക് വിവേകം. അങ്ങനെ 3 സ്റ്റേജ് ഉണ്ട്. ഈ വിവേകമാണ് ഉണ്ടാവേണ്ടത്. മറ്റു 2 മൃഗങ്ങൾക്കുണ്ട്. വിവേകം മൃഗങ്ങൾക്കില്ല, മനുഷ്യന് പ്രത്യേകത. അത് വരുമ്പോൾ നീളവും ആ വിവേകം വന്നാൽ വേർതിരിച്ചറിയുക ഏത് അനിത്യം ഏത് നിത്യം. നിത്യാനിത്യ വിവേകമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേൾക്കണമെങ്കിൽ തന്നെ. അങ്ങനെ വന്നാൽ എന്തായി? അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ, ഈ ദിനം ഭജസ്വ മാം, എന്നെ ഭജിക്ക്, അല്ലെങ്കിൽ ഈശ്വരനാവണം
അല്ലെങ്കിൽ ഞാൻ പൂർണ്ണനാണ്, ശരീരമല്ല എന്ന ബോധം ഉറയ്ക്കാൻ വേണ്ടിയായിരിക്കണം സാധനകൾ ചെയ്യാം. കുറെ കഴിഞ്ഞാൽ അത് ഉറയ്ക്കും, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ ജീവിതത്തിൽ പിന്നെ ശാന്തി മാത്രമേ ഉള്ളൂ. അവസാന ശ്ലോകം ഭഗവാനും മന്മന ഭവ മദ്ഭക്ത മദ്വ്യാജി മാം നമസ്കുരു മാമൈവേഷ്യസി യുക്തൈവ മാത്മാനം മൽപരായണം. ഇതേ ശ്ലോകം ഇനി 18 കൂടി ആദ്യം വരുന്നുണ്ട്, അല്പം വ്യത്യാസം കൊണ്ട്. എന്തൊക്കെയാണ് ഭഗവാൻ? മന്മന ഭവ, എപ്പോഴും മനസ്സിൻ്റെ കഥയാണ്. മനസ്സ് എന്ന് പറഞ്ഞാൽ ചഞ്ചലം, ബുദ്ധി അതിൽ ലേശം ചലനമൊന്നും ഇല്ലാതെയാക്കാൻ ശ്രമിക്കുക. അതിന് ശക്തി കൊടുക്കുന്നത് ആത്മാവാണ്. ആ മന്മന വെച്ചാൽ ഞാൻ ആത്മാവാണെന്ന് തോന്നലാണ് മനസ്സ്. മന്മന ഭവ മത് ഭക്തോ, അപ്പോൾ ഭക്തി അല്ലെങ്കിൽ ഭഗവാനോടൊരു പ്രേമം തോന്നും. മത് യാജി, എനിക്ക് വേണ്ടി യജ്ഞം ചെയ്യുക വെച്ചാൽ പരോപകാര കർമ്മം ചെയ്യുക. കാരണം ആ മറ്റതും ഈശ്വരനെന്ന് തോന്നുമ്പോഴേ പരാപരം ഞാൻ തന്നെയാണ് മറ്റയാൾ പറയുമ്പോൾ നമുക്ക് പരോപകാര കർമ്മം ചെയ്യാതെ ഇരിക്കാൻ വയ്യ. മന്മന ഭവക്ത മത്ഭക്തോ മദ്യാജി മാം നമസ്കുരു, എന്നെ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സമർപ്പണമാണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ. എല്ലാ തെറ്റും നമസ്കരിച്ച ആളെ പിന്നെ ശിക്ഷിക്കാൻ പാടില്ല. അതിനാ ഈശ്വരൻ്റെ തന്നെ നിയമം. ആര് വന്നിട്ട് ശരണം പ്രാപിച്ചുവോ പിന്നെ കാരണം തൻ്റെ തെറ്റ് മുഴുവൻ തീർത്തു തരണമെന്ന് ദേവനോട് പറയാം. നല്ല മനസ്സുകൊണ്ടാണല്ലോ അങ്ങനെ വന്നത്. താൻ അപൂർണനാണ്, എന്നെ രക്ഷിക്കണമെന്നായി പറഞ്ഞ് നമസ്കരിക്കുക. അപ്പോൾ അങ്ങനെ നമസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് പാപം ഉണ്ടാവാൻ വയ്യ. ഈ ഏതൊരു മഹാത്മാവിനെയാണ് നമസ്കരിച്ചത്, ആ മഹാത്മാവിൻ്റെ ദൃഷ്ടി കൊണ്ട് തന്നെ അയാളുടെ സകല പാപവും അപ്പം അവസാനിക്കും. അതുകൊണ്ട് മന്മന ഭവ ഭക്ത മദ്യാജി മാം നമസ്കുരു. ആ ആള് മാമേവ ഏഷ്യസി, അവൻ എന്നെ തന്നെ പ്രാപിക്കുന്നു. ഇതേവരെ രണ്ടാണെന്ന് തോന്നിയിരുന്നു, ഈശ്വരൻ ഞാനും. അപ്പം അങ്ങനെയല്ല, ഈശ്വരനെ ശരണം പ്രാപിച്ചു. ശരണം ഭാഗവത്തിൽ ഈ ശരണത്തിന് ആശ്രയം എന്ന് പറയാം. അപ്പോൾ ഈ മേശയുടെ മുകളിൽ കൂടി ഞാൻ കൈ ഇങ്ങനെ നീക്കുമായിരിക്കുക. മേശ ആശ്രയം, കൈ അതിൻ്റെ മുകളിൽ പോവുകയാണ്. ഈ ആശ്രയം ഇല്ലാണ്ട് നീങ്ങാൻ വയ്യ. അപ്പോൾ അതുപോലെ മനസ്സ് ബുദ്ധി ഒക്കെ ചലിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അതെങ്ങനെയാണ് ചലിക്കുന്നത്? ചലിക്കാത്ത എന്തെങ്കിലും ഒന്ന് വേണം. അതിന് കൂടം അല്ലെങ്കിൽ കൂടസ്ഥൻ എന്നൊക്കെ പറയും 15. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്ത് ഒന്നുകൂടിയും പറയും ഞാൻ പുരുഷോത്തമന, ഇത് രണ്ടുമല്ല എന്ന് പറയും. അപ്പോൾ ഇവിടെ ചലിക്കുന്നതും ചലിക്കാത്തതും ഉണ്ടാകുമ്പോൾ ദ്വന്ദ്വം ഉണ്ടാവും. എന്നാലും തന്നെ കുറേ ഭേദമാണ്. ചലിക്കാത്തതൊന്നും ഉണ്ടെന്ന് തോന്നുമല്ലോ. ആ വാസ്തവത്തിൽ ചലിക്കാത്തതൊന്ന് എന്ന് പറയണമെങ്കിൽ അത് പൂർണ്ണമായാലേ ചലിക്കാതെ വയ്ക്കൂ. അതിൻ്റെ മുകളിൽ ചലനം വയ്യ, അതിൻ്റെ ഉള്ളിൽ ചലിക്കുക പൂർണ്ണത്തിൽ. പക്ഷേ ഇപ്പം ചലിക്കണു തോന്നണു, അതാ മായ. പൂർണ്ണത്തിൽ ചലനം ഉണ്ടെന്ന് തോന്നുന്നതാണ് മായ. പൂർണ്ണത്തിൽ ചലനമില്ല എന്ന് ബോധ്യം വന്നാൽ പിന്നെ ഒന്നും പറയാനില്ല. അപ്പോൾ മായയില്ല, യാതൊന്നുമില്ല, ഈശ്വര സൃഷ്ടി. പക്ഷെ അവിടെ ഒരു ബുദ്ധിമുട്ടുള്ളത്, അത് പാരമാർത്ഥിക സത്യമാണ്. അവിടെ വ്യവഹാരം ഉണ്ടാവില്ല. നമുക്ക് വ്യവഹാരം വേണം. അപ്പോൾ ഇത് മനസ്സിലാവാം. എന്താണ് അയാൾ മാമ പക്ഷേ യുക്തൈവ ആത്മാനം മൽപരായണ, പരമമായ അയനം. അയനം എന്ന് പറഞ്ഞാൽ ഗതി എന്നർത്ഥമുണ്ട്. ദക്ഷിണായനം ഉത്തരായണമൊക്കെ ഗതി. അപ്പം ഒരു ചലനം എന്ന് പറയാം. സംസ്കൃതത്തിൽ ഗതിക്ക് വേറൊരർത്ഥം കൂടിയുണ്ട്, ലക്ഷ്യം എന്നുണ്ട്. ഈശ്വര ശരണാഗതിയാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ലക്ഷ്യം, ഇവിടെ ലക്ഷ്യം എന്ന് അർത്ഥം എടുക്കണം. ചലനമില്ലല്ലോ. ആ അതായത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈശ്വരനെ അവനെന്ത് ചലനമില്ല. ഇങ്ങനെ ആരാണോ എന്നെ തന്നെ ഭജിക്കുന്നത് അയാൾക്ക് പിന്നെ ദ്വന്ദ്വമില്ല. ദ്വന്ദ്വമില്ല എന്ന് പറഞ്ഞാൽ അയാൾ എന്തായി? ഈശ്വര തുല്യനായി. ഇവിടെ എല്ലാ മതങ്ങളും 3 കാര്യങ്ങളെ പറ്റിയാണ് ചിന്തിച്ചിട്ടുള്ളത്. എപ്പോഴും ജീവേശ്വര ജഗത്ത്. ജീവൻ ആരാണ്, ഈശ്വരൻ ആരാണ്, ജഗത്ത് ആരാണ്, ഇതാണ് എല്ലാവരുടെയും. അത് പലരും പലതരത്തിൽ പറയുമ്പോഴാണ് അദ്വൈതം, ദ്വൈതം, വിശിഷ്ടാദ്വൈതം എന്നൊക്കെ വന്നിട്ടുണ്ട്. ഗീത വളരെ എളുപ്പമായിട്ട് പറഞ്ഞു, ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ കാണുന്ന സാധനമല്ലോ മുമ്പിൽ കാണുന്നത്, അതാണ് ജഗത്ത്. അതാരാണോ കാണുന്നത് അതാണ് ജീവൻ. ഇതിന് രണ്ടിനും സ്വതന്ത്രമായ അസ്തിത്വമില്ല, ദ്വന്ദ്വത്തിന്. അത് ഏതൊന്നിലാണോ നിൽക്കുന്നത് അതാണ് ഈശ്വരൻ. എത്ര എളുപ്പമായിട്ടാണ് പറയുന്നത്, ഒരു പ്രശ്നമില്ല. ജീവ ഈശ്വര ജഗത്ത്. ഓരോരുത്തർ പലതരത്തിനും ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഗീതയ്ക്ക് ഒട്ടും പ്രയാസമില്ലാതെ മാമ യേശുസി, എന്നെ തന്നെ പ്രാപിക്കുന്നു വെച്ചാൽ ഈശ്വരനെ തന്നെ പ്രാപിക്കുന്നു. ഈശ്വരൻ്റെ സങ്കല്പമാണ് ജീവനെ, ജീവൻ്റെ സങ്കല്പമാണ് ജഗത്ത്. അങ്ങനെയാണ്. അപ്പോൾ ജീവൻ ഈ സങ്കല്പം കൊണ്ട് വിട്ടുവരിക്കുക. അപ്പോൾ അയാൾക്ക് പിന്നെ ജഗത്തില്ല. അപ്പോൾ പിന്നെ ജീവനായിട്ട് നിൽക്കും.
അപ്പോൾ ഈശ്വരനായിട്ട് ഒരു ഭക്തിഭാവം ഉണ്ടാവും. ആ ജീവഭാവം അങ്ങോട്ട് വിട്ടുവരിക്കുക, അപ്പോൾ ആത്മഭാവവും, അപ്പോൾ പിന്നെ പരമമായ ആ ഈശ്വര ശരണാഗതി വന്നോട്ട് കഴിഞ്ഞു. പിന്നെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം. ഈ അധ്യായം പാരായണം ചെയ്തിട്ടാത്രേ മഹാത്മാവായ ജ്ഞാനേശ്വരി അദ്ദേഹം ദേഹത്യാഗം ചെയ്തത്. അതുകൊണ്ട് ഇത് വളരെ പ്രസിദ്ധമായ അധ്യായമാണെന്ന് പറയാറുണ്ട്. ഇത് ശ്രീമദ് ഭഗവത്ഗീത ഉപനിഷു ബ്രഹ്മവിദ്യായം യോഗയാത്രേ ശ്രീകൃഷ്ണാദി സംവാദേ രാജവിദ്യാ രാജയോഗോ നാമ നവമോധ്യായ. ഹരി ഓം.